ഞാൻ വിപ്രോയുടെ ഒരു 16 ആംപിയറിൻ്റെ വൈഫൈ സ്മാർട്ട് പ്ലഗ് വാങ്ങി. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഈ ഒരു പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ AC അതുപോലെ തന്നെ ഓവൻ പോലുള്ള വലിയ ലാർജ് ഹോം അപ്ലയൻസസ് നമുക്ക് ഈ ഒരു പ്ലഗ് ഉപയോഗിച്ച് സ്മാർട്ടാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. നമുക്ക് വിപ്രോയുടെ ഒരു സ്മാർട്ട് ആപ്പുണ്ട്. ആ ഒരു ആപ്പും ഈ ഒരു പ്ലഗുമായിട്ട് നമുക്ക് വൈഫൈ വഴി കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടും നമ്മളുടെ ഈ പറഞ്ഞ AC ഓവൻ പോലുള്ള ലാർജ് ഹോം അപ്ലയൻസസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്യേണ്ടത് നമ്മളുടെ ഒരു സോക്കറ്റിലേക്ക് ഈ ഒരു പ്ലഗ് വെക്കുക. എന്നിട്ട് ഈ ഒരു പ്ലഗ് വഴി നമ്മളുടെ AC അല്ലെങ്കിൽ ഓവൻ പോലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ആപ്പുമായിട്ട് സിങ്ക് ചെയ്യുമ്പോൾ വൈഫൈയുമായിട്ട് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതിയാകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാർജ് അപ്ലയൻസസ് ഒക്കെ നമുക്ക് സ്മാർട്ടാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഈ ഒരു വിപ്രോയുടെ 16 ആംപിയറിൻ്റെ സ്മാർട്ട് പ്ലഗിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. ഒരു വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. ഇനി ഒരു പ്ലഗിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവരുടെ ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ടും നമുക്ക് നമ്മളുടെ ഈ ഒരു ഡിവൈസുകൾ AC ആണെങ്കിൽ AC, ഇനി ഓവൻ ആണെങ്കിൽ ഓവനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. സോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് തന്നെ AC ഓൺ ചെയ്ത് റൂമൊക്കെ കൂൾ ചെയ്തിടാം. ഇതുകൂടാതെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ഒരു ടൈമിന് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ഡിവൈസുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ് നമുക്ക് എനർജി കൺസപ്ഷൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാം. നമ്മളുടെ ആ ഒരു ഡിവൈസ് എത്രത്തോളം എനർജി ഉപയോഗിച്ചു അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നമ്മളുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പ്ലഗിൽ വോയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസും അതുപോലെ തന്നെ അലക്സയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് കൺട്രോൾ ചെയ്യാനായി കഴിയും. ഇതൊക്കെയാണ് വിപ്രോയുടെ ഒരു 16 ആംപിയർ വൈഫൈ സ്മാർട്ട് പ്ലഗിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ ACയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്ലഗ് വാങ്ങിയത്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പുണ്ട്. ആ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മളിതിന് ലൊക്കേഷൻ ആക്സസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അത് കൊടുക്കുക. ദെൻ നമ്മളുടെ ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളുടേത് സോക്കറ്റ് വൈഫൈ ആണ്, അത് സെലക്ട് ചെയ്യുക. ദെൻ നമ്മളുടെ വൈഫൈ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ വൈഫൈ ചൂസ് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യുക. അവർ സജസ്റ്റ് ചെയ്യുന്നത് 2.4 GHz ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ടാണ്. നിങ്ങൾ ഡ്യുവൽ ബാൻഡ് റൗട്ടർ ആണെങ്കിൽ 2.4 ഉണ്ടാവും, 5G ഉണ്ടാവും. അപ്പോൾ 2.4 കണക്ട് ചെയ്യാനായിട്ടാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ആ ഒരു ഡിവൈസ് പെയറിംഗ് മോഡിലേക്ക് കൊണ്ടുവരണം. ആദ്യം നമ്മളുടെ ഈ ഒരു പ്ലഗ് സോക്കറ്റിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അതിനുശേഷം പവർ ഓൺ ചെയ്ത് ഒന്ന് ഓഫ് ചെയ്യുക ഒരു 10 സെക്കൻഡിലേക്ക്. ദെൻ നമ്മളുടെ ആ ഒരു റീസെറ്റ് ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ബട്ടൻ്റെ അടുത്തുള്ള ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെയറിംഗ് മോഡിലേക്ക് വന്നു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മളുടെ ആ ഒരു ഡിവൈസ് ആപ്പുമായിട്ട് സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ഡിവൈസ് ആഡ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി ആഡഡ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മളുടെ ആ ഒരു ഡിവൈസ് മൊബൈൽ ആപ്പുമായിട്ട് സിങ്ക് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ ആ ഒരു സ്മാർട്ട് പ്ലഗ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം ഈ ഒരു സോക്കറ്റിലേക്കാണ് നമ്മളുടെ AC ആണെങ്കിൽ AC, ഓവൻ ആണെങ്കിൽ ഓവൻ നമ്മൾ അതിൻ്റെ ആ ഒരു പ്ലഗ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മളുടെ ആ ഒരു AC അല്ലെങ്കിൽ ഓവൻ നമുക്ക് അങ്ങനെയുള്ള ലാർജ് അപ്ലയൻസസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഡിവൈസ് ഓൺ ചെയ്യാം, അതുപോലെ തന്നെ ഓഫ് ചെയ്യാം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വൈഫൈ കണക്ഷൻ വേണം. കാരണം നമ്മളുടെ ആ ഒരു പ്ലഗും അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്പുമായിട്ട് നമ്മൾ സെയിം നെറ്റ്വർക്കിലുള്ള വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ വീട്ടിലുള്ള വൈഫൈ എനേബിൾഡ് ആയിരിക്കണം. വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഡിവൈസ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളുടെ പ്ലഗ് വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ആ ഒരു ഡിവൈസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അത് നമുക്ക് റിമോട്ടായിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഡിവൈസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു ഷെഡ്യൂൾ, ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അറിയാം. പിന്നെ ലൈവായിട്ട് നമ്മളുടെ AC അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഉപയോഗിക്കുന്ന പവർ, അതുപോലെ തന്നെ കറണ്ട്, വോൾട്ടേജ്, ടോട്ടൽ kWh ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മളുടെ ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് എത്രത്തോളം എനർജി യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ അറിയാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഞാൻ ആ ഒരു പർപ്പസിനായിട്ടാണ് ഈ ഒരു പ്ലഗ് വാങ്ങിയത്. പിന്നെ കോമൺ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ലോഗോ ഉണ്ട്. നമ്മളുടെ AC നമ്മൾ ഓൺ ചെയ്ത ഓഫ് ചെയ്ത ആ ഒരു ഹിസ്റ്ററി നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ പവർ ഡാറ്റ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ റിലേ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ റിമെമ്പർ ലാസ്റ്റ് സ്റ്റാറ്റസ് എപ്പോഴും ഓൺ ചെയ്തിടുക. അത് ഓഫ് ചെയ്തിട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ കട്ടായി കഴിയാൻ നേരത്ത്
ഡീഫോൾട്ട് സ്റ്റാറ്റസിലേക്ക് പോകും, അതായത് പവർ ഓഫ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് പോകും. പിന്നെ നമ്മളുടെ ഒരു ആപ്പ് ഉപയോഗിച്ച് പവർ ഓൺ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഡിവൈസിലേക്ക് പവർ പോവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ വീട്ടിൽ വൈഫൈ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ ആവില്ല. പിന്നെ നമ്മൾ ഈ ഒരു പ്ലഗ് ഊരി നമ്മളുടെ ഡിവൈസിൻ്റെ കണക്ഷൻ നേരിട്ട് സോക്കറ്റിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു പ്ലഗിൻ്റെ സഹായമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് റിമെമ്പർ ലാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. കാരണം ഡിവൈസ് ഓൺ ആണെങ്കിൽ ആ ഓൺ എന്ന് പറയുന്ന സ്റ്റാറ്റസിലായിരിക്കും അത് എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ AC റിമോട്ട് ഉപയോഗിച്ച് തന്നെ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഡിവൈസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇപ്പോൾ പവർ കട്ടാകുന്ന സമയത്താണെങ്കിലും ലാസ്റ്റ് സ്റ്റാറ്റസ് അത് ഓർത്തിരിക്കും, പവർ ഓൺ ആയിരുന്നു എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ഓർത്തിരിക്കും. അപ്പോൾ നമ്മളുടെ നോർമൽ AC റിമോട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണോ നമ്മളുടെ ഒരു ആപ്പിൽ ഇത് ഓഫ് ചെയ്യുന്നത് അതുവരെ നമുക്ക് നമ്മളുടെ സാധാരണ രീതിയിൽ നമ്മുടെ AC ആണെങ്കിൽ AC അതിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ ഒരു ആപ്പിൽ നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പവർ ഓൺ ചെയ്താൽ മാത്രമേ നമ്മളുടെ കണക്ട് ചെയ്ത ഡിവൈസിലേക്ക് ഇലക്ട്രിസിറ്റി പോവുകയുള്ളൂ. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ റിലേ സ്റ്റാറ്റസ് ഓൺ ആക്കി ഇടുക, പിന്നെ നമ്മൾ ഈ ഒരു ആപ്പിൽ പവർ ഓൺ ചെയ്യുക. പിന്നീട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് പവർ ഓഫ് ചെയ്യരുത്. നമുക്ക് നോർമലി നമ്മളുടെ AC റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് പവർ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ആ രീതിയിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മളുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ഓവർ ചാർജ് സ്വിച്ച് ഉണ്ട്, അത് നമുക്ക് എനേബിൾ ചെയ്തിടാം. പിന്നെ ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്, അത് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാം. ഇപ്പോഴും ഒരു 16 ആംപിയറിന്റെ സ്മാർട്ട് പ്ലഗ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ്സ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് നമുക്കൊരു ചാനലുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.